ഹായ് മക്കൾസ്, +1 പൊളിറ്റിക്സ് നല്ല ഈസിയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഇഷ്ടംപോലെ പഠിക്കാൻ 20 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്. പക്ഷേ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓരോ ചാപ്റ്ററിലും പഠിക്കാനുള്ളൂ. അങ്ങനെ പക്ഷേ നിങ്ങളോട് ഇത് സ്കൂളത്തെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളെ ക്ലാസ്സിൽ പൊളിറ്റിക്സ് പഠിക്കുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. 7ാമത്തെ 1.7ഉം 1.8ഉം ഫെഡറലിസവും ലോക്കൽ ഗവൺമെൻറ്റും, അതായത് പ്രാദേശിക ഗവൺമെൻറ് എന്നുള്ള ആ ഫസ്റ്റ് പാർട്ടിലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് തരാൻ പോകുന്നത്. നോക്കണം മക്കളെ, ഫെഡറലിസത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ഇന്ത്യൻ ഫെഡറലിസം എന്നുള്ള കാര്യം നമ്മൾ എന്തിരിക്കണം പഠിക്കണം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് പഠിക്കണം. ഫ്യൂച്ചേഴ്സ് എന്താണ്, സവിശേഷതകൾ എന്താണ്, അതിൻ്റെ ഭാഗമായിട്ട് ഡ്യുവൽ ഗവൺമെൻറ്, ദ്വിഭരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, പിന്നെ ജുഡീഷ്യൽ പാർട്ട്, ആ കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എല്ലാ വർഷവും പ്രധാനമായിട്ട് മെയിൻ എക്സാമിന് ചോദിക്കുന്നതാണ് 3 തരം ഡിവിഷൻ വിഭജനം, അതായത് അധികാര വിഭജനം ഡിവിഷൻ പവേഴ്സ്. അതാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇങ്ങനെ 3 ലിസ്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സൈബർ ലോസ്, വിവാഹം, പിന്നെ ഡിവോഴ്സ്, പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, അങ്ങനത്തെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെ പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നതാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ ഇത് രണ്ടും കൂടിയാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 ലിസ്റ്റുകൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്ററിൽ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഫെഡറൽ സിസ്റ്റത്തിലെ കോൺഫ്ലിക്റ്റുകൾ പഠിക്കാനുണ്ട്, അതായത് സംഘർഷാവസ്ഥകൾ. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഒരു കരാറാണ് ഈ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കരാർ, ഒരു എഗ്രിമെൻ്റാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇനി ലോക്കൽ ഗവൺമെൻറ്റിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഒറ്റ ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്, അമെൻമെൻറ്റ്. 73ാം അമെൻമെൻറ്റ് ഉണ്ട്, അതായത് ഭരണഘടനാ ഭേദഗതി. 73, 74 ഭരണഘടനാ ഭേദഗതിയാണ്. 73 എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിലും, 74ാം അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന നഗരസഭ, അങ്ങനത്തെ കുറേ അർബൺ ഭാഗങ്ങളിലാണ് എന്തെന്ന് പറഞ്ഞാൽ 74. ഈ 73ൻ്റെ 74ൻ്റെ ഈ പ്രത്യേകതകളും സവിശേഷതകളും നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഇതന്നെയാണ് ചോദിക്കാനുള്ളത്. എപ്പോഴും ചോദിക്കേണ്ട, ഒന്നല്ലെങ്കിൽ 73ൻ്റെ ചോദിക്കും, അല്ലെങ്കിൽ 74 ചോദിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി. ഒരു വർഷം ചോദിച്ച എസ് ആണ്, ഇത് രണ്ടും കൂടിയാണ് ചോദിച്ചത്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ മക്കൾ, ഇതാണ് ഇത്ര ഉള്ളൂ ഈ 2 ചാപ്റ്ററിൽ പഠിക്കാൻ. ഇതിങ്ങനെ പഠിച്ചു പോകുമ്പോഴത്തേനും ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കൊരു 80ൽ ഒരു 70-72 മാർക്ക് എന്തായാലും കിട്ടും. ബാക്കി ചെറിയ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ ഫുള്ള് പഠിച്ച ആൾക്കാരൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പല ചാപ്റ്റർ സമ്മറികൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇത് നിങ്ങൾക്ക് ക്രിസ്മസിന് തന്നെ ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടായിരിക്കും, സെറ്റായിരിക്കും, ഹാപ്പി ആയിരിക്കുക. ബൈ.